നമുക്കിന്നൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയല്ലോ. അതിന് മുന്നേ നമ്മുടെ ബർത്ത്ഡേ ഗേളിനായിട്ട് ഒരു കുട്ടി ഗിഫ്റ്റ് നമുക്ക് മേടിക്കാം. ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് പെപ്കോയിലാണ്. അവിടെ നിന്നാണ് ഞാൻ സാധാരണ എതിർകുട്ടിനും ഡ്രസ്സൊക്കെ മേടിക്കുന്നത്. പക്ഷേ എനിക്ക് ഇന്നത്തെ അവിടുത്തെ കളക്ഷൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഇവിടെ വിന്ററിൽ നിന്ന് സ്പ്രിംഗിലോട്ട് കളക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നേ ആൻഡ് ഡ്രസ്സൊക്കെ അതിനകത്തതായിരുന്നു. എന്നാലും കൂട്ടത്തിൽ ബെറ്റർ എന്ന് തോന്നിയ ഒരു ഓപ്ഷൻ ഞാൻ അവിടെ നിന്ന് എടുത്തു. അതിന്റെ കൂടെ മോൾക്ക് ഒരു ടോയും കൂടെ മേടിക്കാൻ ടോയ് സെക്ഷനിൽ എത്തി. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ കൺഫ്യൂസ് ചെയ്തത് ഈ ഒരു സെക്ഷനാണ്. ഈ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബാഗ് സെലക്ട് ചെയ്തായിരുന്നു അടുത്ത ടാസ്ക്. അവസാനം എനിക്ക് എന്റെ മനസ്സിന് ഇഷ്ടം തോന്നിയ ഒരു ബാഗ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ പോയത് ബെഡ്റൂമിലാണ്. കാരണം നമ്മുടെ ബർത്ത്ഡേ ഗേളിന് ഒരു ചേട്ടനുണ്ട്, അവന് കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കാൻ. ചോക്ലേറ്റ്സ് എടുത്തുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് ഞാൻ ഈ ഐറ്റം അവിടെ ഇരിക്കുന്ന കണ്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ദുബായ് ചോക്ലേറ്റ്. പക്ഷേ എനിക്ക് ഒത്തന്റിക് ആയിട്ടുള്ള ദുബായ് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എടുത്തതുപോലെ തന്നെ അത് അവിടെ തിരിച്ചു വെച്ചു. 10 സ്ലോട്ടി ആയിരുന്നു ഈ കാണുന്ന ഒരു ബാറിന്റെ റേറ്റ്. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ മേടിച്ച ബാഗ്. എന്തായാലും നമുക്ക് വീട്ടിൽ പോയി റെഡി ആയിട്ട് നേരെ ഇറങ്ങാം പാർട്ടിക്ക് പോകാൻ. ബർത്ത്ഡേ പാർട്ടി ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സ്ഥലം നമ്മുടെ വീടിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഹാർഡ്ലി 10 മിനിറ്റ് എടുത്തോളൂ നടക്കാൻ. അപ്പൊ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. സ്നേഹത്തോടെ എല്ലാവരും അവളെ പാറു എന്നാണ് വിളിക്കുന്നത്. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന്. സൈഡിൽ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കണമെങ്കിലും ഇതിരുക്കുട്ടിന് അവിടുത്തെ ബലൂൺ പെറുക്കി കളിക്കലായിരുന്നു അവന്റെ മെയിൻ പരിപാടി. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിക്ക് അടിച്ചു പൊളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ബൊണാർക്കാണ്. ഞങ്ങൾക്ക് വേറെയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ അതൊക്കെ പോയി ചെയ്തിട്ട് വരട്ടെ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.